നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും. അവയൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതിൽ വിഷ്വലൈസേഷൻ, അഫർമേഷൻസ്, അങ്ങനെയുള്ള പല ടെക്നിക്കുകൾ പരീക്ഷിക്കുന്നു. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്താഗ്രഹിച്ചാലും നേടിത്തരാൻ കഴിവുള്ള ഒരു ഡിവൈൻ പവർ നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ ഒരു ഡിവൈൻ പവറിനെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിവൈൻ പവർ നമുക്ക് അനുകൂലമായി വരികയുള്ളൂ. പക്ഷേ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പലരിലും വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നാളൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നു, അഫർമേഷൻ പറയുന്നു, പക്ഷേ മിസ്റ്റേക്കുകളൊപ്പം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ റിസൾട്ട് വരാതാവുമ്പോൾ എന്താ പറയുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ വെറുതെയാണ്, ഇതൊരിക്കലും സത്യമല്ല എന്നുള്ള നിഗമനത്തിലേക്ക് പലരും എത്തിച്ചേരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുത്തുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവാത്തത്, എങ്ങനെയാണ് അത് തിരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കിട്ടണം, അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്ന രീതിയിലായിരിക്കും കൂടുതലും പേരും ചിന്തിക്കുന്നത്. എന്നാൽ സത്യം എന്ന് പറയുന്നത്, പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തത് നിങ്ങൾ അതിൻ്റെ കുറവിലേക്കാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണം, എനിക്ക് പണം വേണം, എനിക്ക് പണം വേണം എന്ന് നിങ്ങൾ ഓരോ ദിവസവും പറയുമ്പോൾ എനിക്കിപ്പോൾ പണമില്ല എന്ന് തന്നെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം വേണമെന്ന് പറയുന്നത് എപ്പോഴാണ്? എനിക്കത് ഇല്ലാത്തപ്പോഴാണ് ഞാൻ വേണമെന്ന് ആവശ്യപ്പെടുന്നത്, അല്ലേ? എനിക്കുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് തന്നെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇത് ലോ ഓഫ് അട്രാക്ഷന് വിരുദ്ധമാണ്. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഞാൻ യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഐ ആം ഓൾറെഡി അബണ്ടന്റ്. ഞാൻ സമ്പന്നനായി കഴിഞ്ഞിരിക്കുന്നു. വിഷ്വലൈസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതിനകം അത് ലഭിച്ചതുപോലെയുള്ള ആനന്ദം അനുഭവിക്കണം. ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഡേ ടൈമിൽ നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന ആ ഒരു സമയത്ത് രാവിലെ നമ്മൾ വിഷ്വലൈസ് ചെയ്തു, ഞാൻ അബണ്ടൻ്റ് ആണ് എന്നുള്ളതെല്ലാം വിഷ്വലൈസേഷൻ കൊടുത്തു. പക്ഷെ നമ്മളുടെ ഒരു ഡേ ടൈം ഉണ്ടല്ലോ, നമ്മൾ പണം കൈകാര്യം ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ കൈയിടുമ്പോൾ നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ല. അതെന്താണ്? നമ്മളുടെ റിയാലിറ്റിയാണ്. അപ്പോൾ രാവിലെ പറഞ്ഞതും നമ്മളുടെ റിയാലിറ്റിയുമായിട്ട് യോജിക്കാതെയായി. അവിടെയാണ് കൂടുതലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ്? നമുക്കൊരു കാര്യം വേണം, പക്ഷെ നമുക്ക് ഇനഫ് മണി നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇല്ലായ്മയുടെ ചിത്രം പോകുന്നതിന് പകരം, ഓക്കെ, ഈ ഒരു സാധനം തൽക്കാലം വേണ്ട, ഇത് അത്ര ബെറ്റർ അല്ല, ഇത് ഞാൻ പിന്നീട് വാങ്ങിക്കാം എന്നൊരു നിലപാട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതായത് നമുക്കില്ലാത്തത് കൊണ്ടല്ല നമ്മളത് വാങ്ങാത്തത്, മറ്റു പല റീസണുകളും കൊണ്ടാണ് നമ്മളതിപ്പോൾ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രശ്നം വന്നില്ല അവിടെ, ഇല്ല, എനിക്കത് കൊള്ളാത്തത് കൊണ്ടാണല്ലോ ഞാനത് വാങ്ങിക്കാഞ്ഞത് എന്നുള്ള ഒരു ഫീലിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എത്തും. മറ്റൊരു തെറ്റാണ്, നിങ്ങൾ എപ്പോഴും ഭയങ്ങളെയും പിഴവുകളെയും പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. എനിക്ക് പണമില്ല, എനിക്ക് ഒരുപാട് കടമുണ്ട്, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, ഇങ്ങനെയാണ്, എനിക്കില്ല ഇല്ല ഇല്ല. അപ്പം നമ്മളുടെ ആ ഒരു അറ്റൻഷൻ എങ്ങോട്ടാ പോയേ? നമ്മളുടെ ഇല്ലായ്മകളിലേക്കാണ്. എനിക്ക് പണമില്ല, എനിക്ക് കടമുണ്ട്, എനിക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ ആ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മളുടെ ഫോക്കസ് എന്തിലേക്കാണോ അതാണ് നമ്മളിൽ വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണം വേണമെന്നാണോ വേണ്ടാന്നാണോ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അവിടെ ചെല്ലുന്നത് എന്തൊക്കെയാണോ, ആ ഫോക്കസ് എന്താണോ അത് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലാന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം നമ്മളിൽ നിലനിൽക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. എന്ത് ചെയ്യണം? എനിക്ക് പണം ഇല്ല, ഐ ആം അട്രാക്റ്റിംഗ് മണി എഫേർട്ട്ലെസ്ലി എന്ന് പറയണം.
അതും അല്ലെങ്കിൽ ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഐ ആം റിച്ച്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ല, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതിനെ റെസിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് പറയും. പക്ഷേ നമുക്ക് മറ്റൊരു രീതിയിൽ അതിനെ പറയാം, എൻ്റെ കയ്യിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വലുതായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ പണം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതൊരു വിശ്വാസത്തിന്റെ സിഗ്നൽ അയച്ചു കൊടുക്കും, അതായത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള പണത്തിനോട് എന്ത് വേണം, നമ്മൾ കൃതജ്ഞത ഉണ്ടായിരിക്കണം. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആ ഒരു മണിയോട് നമ്മൾ ചെയ്താലും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ആ കയ്യിലുള്ള പണത്തിന് കൊടുക്കുന്നില്ല എങ്കിലും നമ്മളിലേക്ക് പണം വരില്ല. നമ്മളിപ്പോൾ പറയുന്നത് പണത്തെക്കുറിച്ചല്ല, ഏതൊരു കാര്യവും നമുക്ക് എന്താണോ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നിലവിൽ എന്തൊക്കെയുണ്ടോ അതിന് നമ്മൾ എന്ത് പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അടുത്ത ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ അഫർമേഷൻ പറയുവാണ്, ഐ ആം റിച്ച്, ഐ ആം സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരു ബോഡി പോസ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ ചതഞ്ഞുകൂടിയാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു എനർജറ്റിക് ആയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, പെരുമാറുന്നത് ഒന്നും അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കില്ല, ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ വർക്ക് ചെയ്യത്തില്ല. ഐ ആം റിച്ച് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു റിച്ച് പേഴ്സന്റെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ നടക്കണം. ഐ ആം സക്സസ്ഫുൾ എന്ന് ഞാൻ അഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡി പോസ്റ്റർ എപ്പോഴും ആ സക്സസ്ഫുൾ പേഴ്സൻ്റേത് ആയിരിക്കണം. അപ്പോഴാണ് എനിക്ക് ഞാൻ സക്സസ് ആണെന്ന് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് അക്സെപ്റ്റ് ചെയ്യാനും അതിനെ അട്രാക്ട് ചെയ്ത് എൻ്റെ ലൈഫിലേക്ക് എത്തിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഐ ആം റിച്ച് എന്ന് പറഞ്ഞു, നമ്മുടെ ഡേ ടൈമിൽ നമ്മൾ എങ്ങനെയാണ്, ദരിദ്രനെ പോലെയും അല്ലെങ്കിൽ ഇല്ലാത്തവനെ പോലെയും ആണോ നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മളുടെ അപ്പിയറൻസും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക. നമ്മൾ എങ്ങനെയാണോ അഫർമേഷൻ പറയുന്നത്, നമ്മുടെ ബോഡി പോസ്റ്ററും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. നാലാമത്തെ തെറ്റാണ്, ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നു, അതിനായിട്ട് അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, പക്ഷേ പലരും എന്ത് ചെയ്യുന്നില്ല, ആക്ഷൻ എടുക്കുന്നില്ല. ഒന്നും ചിന്തിച്ചു നോക്കേ, ലോ ഓഫ് അട്രാക്ഷൻ അതിനകത്ത് തന്നെ ഉണ്ട് ആക്ഷൻ എന്ന വാക്കും, അല്ലെ? നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളുടെ മനസ്സിൽ അഫർമേഷനും വിഷ്വലൈസേഷനും എല്ലാം ചെയ്തതിന് ശേഷം അത് ദൈവം ഇങ്ങോട്ട് കൊണ്ടുതരും എന്ന് നിർദ്ദേശിച്ച് നമ്മൾ ഇരുന്നാൽ നമുക്കത് കിട്ടില്ല. നമ്മൾ എല്ലാ ദിവസവും അഫർമേഷൻ പറയാണ്, എനിക്ക് ലോട്ടറി അടിച്ചതിന് നന്ദി. പക്ഷേ ലോട്ടറി അടിക്കണമെങ്കിൽ എന്ത് വേണം, ലോട്ടറി എടുക്കുക എന്നൊരു ആക്ഷൻ നമ്മൾ അവിടെ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ലോട്ടറി അടിക്കുന്നത്, അല്ലേ? അപ്പോൾ ആക്ഷൻ ഈസ് മസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയുള്ള മാറ്റങ്ങളെല്ലാം, നിങ്ങൾ ചെയ്തേക്കുന്ന മിസ്റ്റേക്കുകൾ ഞാൻ ഈ പറഞ്ഞതിൽ ഏതൊക്കെ ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയതിന് ശേഷം അതെല്ലാം തിരുത്തിക്കൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ഏത് തന്നെ ചെയ്താലും തീർച്ചയായിട്ടും അത് വർക്കാകുക തന്നെ ചെയ്യും. ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ പറയുന്ന അഫർമേഷൻസോ വിഷ്വലൈസേഷനുകളോ ഒന്നുമല്ല നമുക്ക് റിസൾട്ട് തരുന്നത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ എന്താണ്, നമ്മളുടെ പ്രവർത്തന രീതി എന്താണ്, നമ്മളുടെ വിശ്വാസങ്ങൾ എന്താണ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.